നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പുത്തമ്പള്ളിയുടെ മുകളിലത്തെ ബൈബിൾ ടവർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്. ഞാനും ഇതുവരെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുമെന്ന് പറയും. ഇതേവരെ നമ്മൾ ഇതിൻ്റെ മുകളിൽ കാണാത്തതുകൊണ്ട് തന്നെ 20 രൂപ പോയാലും വേണ്ടെന്ന് വെച്ചിട്ട് ഞാനും ഇതിൻ്റെ മുകളിലേക്ക് കയറിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു 5 നില കെട്ടത്തിൻ്റെ ഹൈറ്റാണല്ലോ സാധാരണ ഇതിൻ്റെ ഉള്ളൂ, 5 നില വരെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ അതിനുള്ളൊരു ഭംഗിയെല്ലാം ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിൻ്റെ മുകളിൽ കയറി കണ്ട കാഴ്ച നല്ല അടിപൊളിയെന്ന് നോക്കി. ഇത് ഏതൊക്കെ സ്ഥലങ്ങൾ എന്നുള്ളത് ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ. പുത്തമ്പള്ളിയുടെ ബൈബിൾ ടവറിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടത്. ഇത് പള്ളിയുടെ ഫ്രണ്ട് സൈഡിലേക്ക് കാണുന്ന ഭാഗമാണ്. പക്ഷേ 2 സ്ഥലത്ത് ചോർന്നിട്ട് ഒരു മുകളിൽ ഷീറ്റ് ഇട്ടിട്ട്, രണ്ടല്ല, അവിടെ 2 സ്ഥലത്തുണ്ട്, ഇവിടെ ഒരു സ്ഥലത്തുണ്ട്, ഇപ്പുറത്തെ ഒരു സ്ഥലത്തുണ്ട് കണ്ടോ. പക്ഷെ ഇതിവിടെ ഒരു ഗ്രില്ലുള്ളത് കൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇത്ര ക്ലിയറാണ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ റൊട്ടേഷൻ ചെയ്ത എല്ലാ ഭാഗവും ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറുന്നത്. ഇത് ഓരോ സ്ഥലങ്ങൾ പറഞ്ഞു തരികയാണെങ്കിൽ ഇത് മുനിസിപ്പൽ ഓഫീസ്, അതിൻ്റെ ടവർ, മുനിസിപ്പൽ ഓഫീസിൻ്റെ ടവർ, മുനിസിപ്പാലിറ്റിയാണ് ഈ കാണുന്ന കോർപ്പറേഷൻ ബിൽഡിങ്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട് വശത്താണ് നിൽക്കുന്നത്. ഭയങ്കര കാറ്റാണ് കേട്ടോ, ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ശക്തം മാർക്കറ്റിലെ റൗണ്ട് ഉണ്ടല്ലോ, ഇത് അങ്ങനെ നടപ്പാത, ആകാശ നടപ്പാത, അത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം. അതിൽ ആൾക്കാർ ആരൊക്കെ നടക്കണ്ടെന്നുള്ളത് ഇവിടെ നോക്കിയാൽ കാണില്ല കേട്ടോ, കണ്ടോ. അപ്പം അങ്ങനെ അത് കണ്ടു. പിന്നെ അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്തെ മനോരമയുടെ അവിടേക്ക് പോകുന്ന വഴിയും അതുപോലെ മിഷൻ ഹോസ്പിറ്റലിൻ്റെ അവിടേക്ക് പോകുന്ന ബിൽഡിങ്ങും അതൊക്കെയാണ് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണുന്നത്. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ മുനിസിപ്പാലിറ്റിയുടെ ഇതും, ഇപ്പുറത്തേക്ക് വന്നാൽ കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങും. സൈഡൊന്ന് മാറി നോക്കി നോക്കാം. സൈഡ് മാറി നമ്മൾ ഇത് ബൈബിൾ ടവറിൻ്റെ ഉള്ളു ഇതാണ് കേട്ടോ, ഈ കാണുന്നതാണ് ഉൾവശം. നമുക്ക് 4 സൈഡും ചുറ്റി കാണാൻ പറ്റും. 20 രൂപയാണ് ഒരാൾക്ക് ഇതിന് മുകളിലേക്ക് കയറാനായിട്ട്. ഇവിടെ കുറേ ബൈബിളും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ നിന്നുള്ള വ്യൂ എവിടേക്ക് നോക്കി നോക്കട്ടെ കേട്ടോ. ഈ കാണുന്ന കാട് പിടിച്ച് നിൽക്കുന്ന സ്ഥലമാണ് സ്വരാജ്യ റൗണ്ടിൻ്റെ ഉള്ളിലത്തെ അമ്പലം. അതുപോലെ തന്നെ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവർ തേക്കിൻകാട് മൈതാനവും വണ്ടി കയറ്റി വരുന്ന സ്ഥലമൊക്കെ കേട്ടോ. പിന്നെ ഈ കാണുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ എക്സിബിഷൻ നടക്കുന്ന ഭാഗം. ഈ ഗ്രൗണ്ട് കണ്ടു, വാട്ടർ ടാങ്കൊക്കെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ അവിടെ. പിന്നെ ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് ഇതാണ് സെൻറ്റ് തോമസ് കോളേജ്. സെൻറ്റ് തോമസ് കോളേജിൻ്റെ അത് ഫുള്ള് ഡ്രസ്സ് അടിച്ചിട്ടുള്ളതാണ് കാണുന്നത്. ഈ വലുത് കാണുന്നത് ജില്ലാ ആസ്പത്രി കേട്ടോ. ഈ താഴ്ത്ത് കാണുന്നത് പുത്തമ്പള്ളിയുടെ സെമിത്തേരിയാണ് കേട്ടോ. ഇനിത്തെ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച എവിടുത്തെ ഏതൊക്കെയാന്നുള്ളത് ഇതൊക്കെ തുറന്നിട്ടിട്ടാണല്ലോ. എവിടെ? ലൂർദ് പള്ളിയുടെ പിന്നെ ആ കുഞ്ഞു കുരിശില്ല, ഇവിടെ നേരെ കാണുന്ന കുഞ്ഞു അടിയിലത്തെ അത് കോട്ടപ്പള്ളി. പിന്നെ ആ ബിൽഡിംഗ് മൊത്തം ജൂബിലി മിഷൻ ഹോസ്പിറ്റലാണ് അത് കാണുന്നത്. മൊത്തം ജൂബിലി മിഷന്റെ ബിൽഡിങ്സ് ആണ്. പിന്നെ പള്ളിക്കുളം കാണാനുണ്ടോ? നേരെ പള്ളിക്കുളം അത് നല്ല കാണണ്ടോന്ന്, കുളം കണ്ടല്ലേ. കാഹളം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്നിട്ടാ അത് ഊതിക്കഴിഞ്ഞാൽ അവിടെ ഊതിക്കഴിഞ്ഞാൽ ശബ്ദം കേൾക്കും. അതെ, ഇത് എന്തൊരു സാധനം എന്നറിയോ? പോത്തിന്റെ കൊമ്പ്. അതാണ് കാഹളധ്വനി എന്ന് കേട്ടിട്ടുണ്ടോ? ബൈബിളിലൊരു വാക്കാണ് കേട്ടോ. അപ്പോൾ കാഹളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണെന്നുള്ളത് നമ്മളിവിടെ വന്ന് കണ്ടപ്പോൾ ഓർത്തു. പിന്നെ അതുപോലെ മുൾക്കിരീടം ഇതൊക്കെ ശരിക്കും അത് തന്നെയാണോ? മുൾക്കിരീടം ശരിക്കുള്ളതല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാവുന്നു. അതെ, ആയിരിക്കാം. പിന്നെ വചനച്ചുരുൾ, പിന്നെ കുറേ ബൈബിളുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കറിയില്ലാത്ത എന്തോ ലിപികളിൽ കുറേ എഴുതി ആയിരിക്കും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് ഉണ്ട്. ഇനി ലിഫ്റ്റ് പോവില്ല, ലിഫ്റ്റ് ഇവിടെ വരെ വരുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നടന്ന് കയറി പോകാൻ പറ്റും. ഇത് 5-ാം നിലയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചയായിട്ടാണ് കാണുന്നത് നമ്മൾ.
ജനലുകൾ തുറന്നാൽ അടയ്ക്കുക. ലിഫ്റ്റിൻ്റെ മുകളിലായിട്ട് തന്നെ മോഡേൺ ആർട്ട് ഉണ്ട് കേട്ടോ കുറച്ച്. കണ്ടോ ഇതാണ് മോഡേൺ ആർട്ട് എന്ന് പറയുക. എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. മനസ്സിലായി, ഞാൻ പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവില്ല എന്ന്. കണ്ടില്ലേ, ഇതൊക്കെ മനസ്സിലാവുകയല്ല ഞാൻ പറഞ്ഞത്. അതെ. അപ്പോൾ സ്റ്റെപ്പ് വഴിക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ ഈ ബൈബിളുകളും ഇതേപോലെയൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടില്ലേ, അതേപോലത്തെ കുറേ സംഭവങ്ങൾ കാണാനുണ്ടെന്നുള്ളതാണ് അയാൾ പറഞ്ഞത്, ഇവിടുത്തെ ടിക്കറ്റ് തരുന്ന ചേട്ടൻ. അപ്പോൾ ഞങ്ങൾ ഇതിൽ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട്, ഈ പ്രാവശ്യം ലിഫ്റ്റിയുടെ അല്ല, സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴത്തേക്ക് പോകാൻ കേട്ടോ. മരത്തിൽ കുത്തി വെച്ചിട്ടുള്ളൊരു സംഭവം കാണാം, ഇവിടെയും കാണാം ഇവിടെയും കാണാം. ദയവായി ചിത്രങ്ങളിൽ തൊടരുത്, തൊടാൻ പറ്റൂല, ഭയങ്കര അകന്നാ നിൽക്കണം. പിന്നെ ഇങ്ങനെ ചിത്രത്തിൽ തുറന്നത് അതിവിടെ വേണമെങ്കിൽ തൊടാലോ അല്ലേ. ഇതൊക്കെ മരത്തിൽ നല്ല അടിപൊളിയായിട്ട് കട്ടഞ്ഞിട്ടിട്ടുള്ള സാധനമാണ്. കൈപ്പണിയാണ്, കൈപ്പണി എന്ന് പറയില്ലേ, ആ സംഭവമാണ്. ഇവിടെ ഉണ്ട് അതുപോലത്തെ ഒരു അടിപൊളി സംഭവം. ഇത് ഏതൊക്കെയാണെന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പുറത്ത് ഓക്കെ. ഇനി ഇവിടെ വേറെ എന്തൊക്കെയാണ് കുത്തി വെച്ചിട്ടുള്ള സംഭവങ്ങൾ നോക്കട്ടെ കേട്ടോ. ദ ബേബി ജീസസ് ഇൻ ദ ടെമ്പിൾ. ഓ, അപ്പോൾ ഇത് ഓരോ നിലയിൽ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്തേക്ക് ഇങ്ങനെയുള്ള ഇതുകളുണ്ട് കേട്ടോ. എല്ലാത്തിനും ജനലുകളുണ്ട്. ഇനി ഇത് വായിച്ചു നോക്കിയോ എന്തൊക്കെയാണെന്നുള്ളത്. ജീസസ്, ബാക്കിയുള്ളത് വായിച്ചേ. മതി, ഇഷ്ടപ്പെട്ടു. വണ്ടി പോട്ടെ വണ്ടി എന്നെക്കാളും നല്ല അറിവുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ദ ബാപ്പിസം ഓഫ് ദ ജീസസ് ക്രൈസ്റ്റ്, മനസ്സിലായോ? ബാപ്പിസം, മാമോയിസ യോഹന്നാൻ ശ്ലീഹ യേശുവിനെ മാമോയിസ മുക്കുന്ന സ്നാനം ചെയ്യണ ഇത് എല്ലാം മരത്തിൽ നല്ല ബെസ്റ്റ് കാർവിങ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കാർവിങ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയില്ല, രക്ഷയില്ലാത്ത സീസാണ്. അപ്പോൾ ആൾ പറഞ്ഞ് ഇത് കാണണമെന്ന് വെച്ചാൽ നടന്നിറങ്ങണം എന്ന്. അതെന്തായാലും നന്നായി അല്ലേ. ഇത് കാർവിങ് അല്ല, പാടാണ് കേട്ടോ. ഇവിടെ പടങ്ങളുണ്ട്. അയ്യോ, ഇത് ഭയങ്കര ആർഭാടായില്ലപ്പോൾ. ദേശീയല്ലേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അത്താഴം, തിരുവത്താഴത്തിൽ. പക്ഷെ അത് പടം ലക്ഷത്തിൽ ആൾക്കാരൊക്കെ മാറിപ്പോയി. വരച്ചതിൽ ലക്ഷം മോഡേണാക്കി വരച്ച ആൾ. അപ്പോൾ അത് നല്ല ചെറിയ വ്യത്യാസം ഉണ്ടായി. ഇനി ഇതേപോലത്തെ ചിത്രങ്ങളാണ് കേട്ടോ മൊത്തം. എത്ര നില ഇറങ്ങി എന്നുള്ളത് വലുത് അറിയോ? അത് 4 ഒരു തല ഇറങ്ങിയിട്ടുള്ളൂ. ഇനി ഇതേ യേശു കടലിക്കട നടക്കണത്, വെള്ളത്തിക്കട നടക്കണത്. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? തിരമാലകൾ അടിക്കണത് കപ്പലിൽ പോകുമ്പോൾ. ഇതെന്തിട്ടാ മീൻ കെട്ടണത്, മീൻ പിടിക്കണത്. ഓ, ഇതെന്തിട്ടാ ആട് മേയ്ക്കണതാണ്. ശമരിയക്കാരിയുടെ അടുത്ത് വന്നിട്ടുള്ളതാണ്, വെള്ളം കോരാനായിട്ട് കിണറിൻ്റെ. അതെ. ഇതെന്താ കുട്ടികളെ സ്നേഹിക്കണത്. കുറേ ഉണ്ടേ. ഓ, പന്നിക്കൂട്ടങ്ങൾ. ഇതാരാണോ ആള്? പന്നീനെ വയ്ക്കുന്ന ആളാരാ അറിയോ? ഇതും എന്താന്നുള്ളത് അറിയില്ല. ഇത് കാല് കഴുകണത് അല്ലേ? ഇല്ല, ഇത് അങ്ങനത്തെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കുമെന്ന്. അല്ലാണ്ട് ഇപ്പോൾ കളർ ചെയ്യാൻ മറന്നത് ഇവിടെ കൊണ്ട് നോക്കില്ലല്ലോ. ഇല്ല, അത് ആ മെയിൻ സംഭവത്തിന് മാത്രം കളറില്ല, അതാണ്. ഇത് മോഡേൺ ആർട്ടാണ്. ഇത് ആരെ പടാന്നറിയോ? അറിയാം ഇത് എന്ത് പറയാണ്ട് പോണു. മോഡേൺ ആർട്ടിൽ ഇങ്ങനെയാണ് വരച്ച് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ വരച്ച് വെച്ചിട്ടുള്ള പടം ഒന്നുമല്ലല്ലോ. ആണെങ്കിൽ ഇപ്പോൾ ആൾക്കാർ തല്ലി കൊന്നേനെ. ഇതാണോ നീ വീട്ടിൽ വയ്ക്കുന്ന പടം നീ വെച്ചിട്ട്? ഇതൊക്കെ ഭയങ്കര ഡാർക്ക് പിക്ചേഴ്സ് കേട്ടോ. പക്ഷെ അകലെ നിന്ന് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഇതാണ്. നമ്മൾ നേരിട്ട് ഈ പിക്ചറിൽ കാണുമ്പോൾ രസമുണ്ട്, അല്ല വീഡിയോൻ്റെ ഉള്ളിൽ കാണുമ്പോൾ. കണ്ടിന്യൂ ചെയ്ത് വരച്ചിട്ടുള്ള വരിയായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇത് ഓരോന്നും തട്ടിമറിക്കുന്നുണ്ട്. ശരിയാണോ എന്നുള്ളത് ദൈവത്തിന് അറിയുമ്പോ. 2ാം നിലയെത്തി. ഇതെന്താ സ്വർഗാരോഹണാണോ? അതാണോന്ന് ചോദിച്ചത്. ഒന്നാ ശരി, ആയിക്കോട്ടെ, പോട്ടെ വണ്ടി. ഇത് മൊത്തം കല്ലുകൾ ഒട്ടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓരോരോ കല്ലൊട്ടിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് കണ്ടോ? കല്ല് മീൻസ് നമ്മുടെ ഇഷ്ടികയുടെ ചെറിയ ചെറിയ പീസുകളില്ലേ, എന്നിട്ട് അതിൽ കളർ ചെയ്തിട്ടാണ് പ്രൊജക്ഷനൊക്കെ കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഇതുണ്ട്. അപ്പം ഭക്ഷിക്കണം എല്ലാവരും കൂടി.
അതെനിക്ക് തോന്നുന്നു വീഡിയോനേക്കാളും ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് ഡയറക്റ്റ് കാണാനാണ് കേട്ടോ ഭംഗി. ഇതും അതേപോലെ കണ്ടു. നേരത്തെ തിരിച്ചമർച്ചായിരുന്നു. വീഡിയോയിൽ കാണാൻ ഭംഗി ഉണ്ടായിരുന്നു, നേരിട്ട് കാണാൻ ഭംഗി ഉണ്ടായില്ല. ഇത് അതേപോലെ അല്ല, ഇത് വേറെ വെറൈറ്റി. പ്രൊജക്റ്റ് ചെയ്തേക്കണ 3D എഫക്റ്റ് കഴിഞ്ഞൊന്നും ഉണ്ടല്ലേ? താഴ്ത്തെത്തിയോ? ആരാ കുതിരപ്പുറത്ത് പോണേ? ആരത് അറിയില്ലല്ലോ, എഴുതി വെച്ചിട്ടില്ലല്ലോ. വെച്ചിട്ടുണ്ടല്ലേ? അയ്യോ ഇറങ്ങി. ദേ മറ്റേ തിരമാല വന്നടിച്ചപ്പോൾ കപ്പലിൽ നിന്ന് ആൾക്കാർ താഴത്തേക്ക് ചാടി പോയിരുന്നു, വീണ് പോണു. കുറേ കാഴ്ചകളും കാണാണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളത്. മുകളിൽ നിന്നുള്ള തൃശ്ശൂരിൻ്റെ വ്യൂ മാത്രമല്ല, തോമസ് ലീഗ ആണോ? എവിടെ? ഫസ്റ്റ് വന്നപ്പോൾ ഉണ്ടാക്കി പള്ളിയില്ലേ? പിക്ചർ അബി ബാക്കി ഹേ. ഇങ്ങനെയുള്ള ചിത്രം കണ്ടത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ? മന കാണാൻ പോയിപ്പോൾ വരിക്കാശ്ശേരി മനയിൽ ഇതേപോലത്തെ കുറേ പടങ്ങൾ വരച്ച് വെച്ചിട്ടില്ലേ? അതെ, ഇത് പുത്തമ്പള്ളി റോഡാണ് ഉള്ളത്. പുത്തമ്പള്ളി ആദ്യം ഇങ്ങനെയായിരുന്നു കേട്ടോ, പിന്നെ അത് മാറി 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 ഇങ്ങനെ ഇപ്പം ലാസ്റ്റ് ഈ രൂപത്തിലേക്ക് വന്നു. അല്ല അനിത ആണോ? അനിത ശരിയാണോ? അനിത അതാണോ വരച്ചേക്കണേ? ആയിരിക്കും. താഴ്ത്തെത്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടോ, കാഴ്ചകളൊക്കെ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇനി നേരെ പള്ളിയുടെ ഉള്ളിലേക്ക് പോയി. ഇതാണ് കാർ പാർക്കിംഗ്. ഇവിടെ വന്ന് പാർക്ക് ചെയ്യണമെങ്കിൽ 20 രൂപയുള്ളൂ, 2 മണിക്കൂർ കണ്ട് പാർക്ക് ചെയ്യാം. അപ്പോൾ നേരെ ഈ കാണുന്ന ബൈബിൾ ടവർ കാണുകയും ചെയ്യാം കേട്ടോ. കണ്ടോ, ഇതാണ് പുറത്തുനിന്നുള്ളൊരു ലുക്ക്.